സിനിമാ മേഖലയിലുള്ള കണ്ണീരൊപ്പാൻ കേരളത്തിലെ കോടതികൾക്കല്ലാണ്ട് കഴിയില്ല എന്ന് വിശ്വസിക്കുന്നു. ആര് പറഞ്ഞു? കോടതിയിലേക്ക് വന്നത് അവസാന ആശ്രയം എന്ന നിലയിലാണ്. സിനിമാ മേഖല എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? താങ്കൾ അടക്കമുള്ള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ സ്വമേധയാ അല്ലെങ്കിൽ ഈ പൊതുതാൽപര്യ ഹർജിക്കൊപ്പം നിൽക്കാമായിരുന്നല്ലോ. വനിതാ കമ്മീഷനെ പോലും കോടതി ഇടപെട്ട് സുവമോട്ടോ അതിൽ കക്ഷി ചേർക്കുകയായിരുന്നു. എല്ലാവർക്കും ഭയമാണ്. എന്തിനാണ് ഇത്ര പേടിക്കുന്നത്? ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ എന്ത് ചെയ്യാനാണ്? പൊതുജനം സിനിമ കണ്ടില്ലെങ്കിൽ ഇവരൊക്കെ ഉണ്ടോ? അല്ല, ഭയമുള്ളവരുണ്ട്. അവരവരുടെ നിലനിൽപ്പും പ്രശ്നങ്ങളും വെച്ചിട്ട് ഭയക്കുന്നവരുണ്ടാവാം, ഭയക്കാത്തവരുണ്ട്, പറയുന്നവരുണ്ട്, ഇവരെ എതിർത്ത് നിൽക്കുന്നവരുണ്ട്, ഇവരുമായിട്ട് വോൾട്ടിയായി പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടവരുണ്ട്. താങ്കൾക്ക് ഭയമുണ്ടോ? ഇവരെ കേട്ടില്ല. താങ്കൾക്ക് ഭയമുണ്ടോ? എനിക്ക് ഭയമുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നുണ്ട്. എനിക്ക് ഭയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ഇരുന്ന് പറയുമോ ഇതിനകത്ത്? ഇത് ഞാൻ പറയുന്നത് ഇപ്പോഴും പറയുന്നത് ഈ വേട്ടക്കാരുടെ പേരുകൾ പരസ്യപ്പെടുത്തണമെന്നാ പറയുന്നത് ഗവൺമെന്റ്. ഇവിടെ ലോക ചരിത്രത്തിലുണ്ടാ വേട്ടക്കാരെ ഒളിച്ചു വെക്കുക, ഇരകളെ നിങ്ങൾ മറച്ചു വെച്ചോ, സമ്മതിക്കാം. പക്ഷെ വേട്ടക്കാരുടെ പേരെന്തിനാ മറച്ചു വെക്കുന്നത്? അവർ പൊതുസമൂഹത്തിൽ കാണിച്ചു കൊടുക്കണ്ടേ ഇവന്മാരെല്ലാം കൊള്ളരുതാത്തന്മാരാണെന്ന്, ഇവന്മാരിങ്ങനെ പ്രശ്നക്കാരാണെന്ന് കാണിച്ചു കൊടുക്കുക എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ ബലമായിട്ട് പറയുന്നു, ഞാൻ ഇപ്പോഴും പറയുന്നു, അപ്പോഴും പറയുന്നു, എപ്പോഴും പറയുന്നു. ഇത് വെളിയിൽ വിടണം, വേട്ടക്കാരാണെന്ന് പൊതുസമൂഹം അറിയണം. ഈ കാസ്റ്റിംഗ് കൗച്ച് സംഭവിക്കുന്ന ഒന്നാണ് എന്ന് താങ്കൾ ഇപ്പോൾ കാലങ്ങളായി സിനിമാ മേഖലയിലുള്ള ഒരാളെന്ന നിലയിൽ ഈ കാസ്റ്റിംഗ് കൗച്ച് അല്ലെങ്കിൽ സെക്ഷൽ ഹരാസ്മെന്റ്, സെക്ഷൽ ഫേവേഴ്സ് ചോദിക്കൽ, സെക്ഷൽ ഡിമാൻഡ് വെച്ചതിന് ശേഷം മാത്രം അവസരം കൊടുക്കൽ, അതൊക്കെ ചെയ്യുന്ന ആളുകൾ ധാരാളം ഈ മേഖലയിലുണ്ടോ? എന്താണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അത് ഞാൻ പറയാം. ഇതിന്റെ അകത്ത് എന്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് 70-30, ഒരു 70% ആൾക്കാർ നല്ലവരാ, ഒരു 30% ഇത് ഉണ്ട് ഇതിനകത്ത്. അവരാണ് ഈ മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ അവരുടെ ക്ലിക്ക് ചില സമയത്ത് ക്ലിക്കായി കിട്ടുന്നതുകൊണ്ട്, അവരുടെ വിജയങ്ങൾ അവർ നേടിയെടുക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം വന്ന് അടിച്ചേൽപ്പിക്കേണ്ടി വരുന്നത് പക്ഷെ മറ്റുള്ള ഒരു സൈഡിൽ വളരെ നല്ല ആൾക്കാരുണ്ട്, ഇതിനൊക്കെ മാന്യത കൊടുക്കുന്നവരും വളരെ അതുകൊണ്ടാണല്ലോ അവരൊക്കെ ഇന്നും പലരും ഈ പടങ്ങളിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവര് ഒതുക്കി വിടുന്നവരും അവരെയൊക്കെ എതിർക്കുന്നവരും അവരെ ശരിക്ക് പോകുന്നവരും ഒക്കെ ഉണ്ട്. ചൂഷകരുണ്ട്, സത്യത്തിന്റെ കൂടെയൊക്കെ ഒരുപാട് പേരുണ്ട്. മലയാള സിനിമയിൽ ചൂഷകരുണ്ട്, 100% ഉണ്ട് ചൂഷകര്. ഈ സിനിമ, എന്റെ മോളെ സിനിമ ഫീൽഡ് എന്ന് പറയുന്നത് ഇത് ആർക്കും കടന്നു വരാം, കാശുള്ള ഏത് പൊട്ടനും കടന്നു വരാവുന്ന ഒരു സ്ഥലമാണിത്. ഇതിനകത്ത് പൈസ മാത്രം മതി. അവന്റെ ക്യാരക്ടർ വേണമെന്നില്ല, അവന് കൊള്ളക്കടത്താണോ, കൊള്ളക്കാരനാണോ, പിടിച്ചുപറിക്കാരനാണോ, ഒന്നും വിഷയമല്ല. നിങ്ങൾ പൈസ ആയിട്ട് വന്ന് അവിടെ പടം എടുക്കാം. 10 കോടി കൊണ്ടുവന്ന സിനിമ എടുത്ത്, അല്ലെങ്കിൽ 50 കോടി കൊണ്ടുവന്ന അവനെ കൂടുതൽ കോടികളുള്ളവനെ പിടിച്ച് ഇത് ചെയ്യുന്ന സ്ഥലമാണിത്. അപ്പൊ അതാണ് ഈ ഫീൽഡ്, അതങ്ങനെ ആയിപ്പോയി. അപ്പൊ അത് ആ ഫീൽഡിൽ ആർക്കും കടന്നു വരാവുന്നൊരു സ്ഥലമാണ്. മോശക്കാർ അപ്പൊ എല്ലാവരും നല്ല ക്യാരക്ടേഴ്സ് അല്ല ഇവിടെ വരുന്നവര്. ഒരുപാട് പേര് പണ്ട്. പക്ഷെ പഴയ കാലത്ത് സിനിമ മാത്രമായിരുന്നു അവരുടെ തൊഴിൽ. ഇന്ന് സിനിമ എന്ന് പറയുന്നത് തൊഴിലിന്റെ അവരുടെ സൈഡ് ബിസിനസ്സാണ്. അവർക്ക് വലിയ വലിയ കമ്പനികളും കാര്യങ്ങളും ഉണ്ടാവും, അതിന്റെ കൂടെ സിനിമ. പണ്ട് അങ്ങനെയല്ല, സിനിമ മാത്രമായിരുന്നു അവരുടെ തൊഴിൽ. അവർ സിനിമ എടുക്കും, അടുത്ത സിനിമ എടുക്കും, അങ്ങനെയുള്ള പ്രൊഡ്യൂസർമാരായിരുന്നു കൂടുതലും. അപ്പൊ അവര് വളരെ ആളുകളുടെ അടുത്തൊക്കെ സ്നേഹമായിട്ടും സൗഹൃദമായിട്ടൊക്കെ പെരുമാറി. ഇന്ന് ഇത് പോയാൽ പോട്ടെന്ന് പറയും, കളയുകയാണ് അവർ പൈസ, അല്ലെങ്കിൽ പോട്ടെന്ന് പറഞ്ഞാണ് പോകുന്നത്. അവർക്കെല്ലാം വേറെ ബിസിനസ് ഉണ്ടാവും. വലിയ കോടീശ്വരന്മാർ വന്നിട്ട് ആയിരക്കണക്കിന് കോടികളുള്ളവർ ഇത് 10-12 കോടി മുടക്കുന്ന ഒരു വിഷയമാകത്തില്ല ഇവിടെ നിന്ന്, അല്ലെ 10-30 കോടി മുടക്കുന്ന വിഷയമാകത്തില്ല. ഇപ്പൊ അത് 100 കോടി ആസ്തിയുള്ളവർ 100 കോടി പോയാലൊന്നും വിഷയമല്ല. അതാണ് അഷ്റഫ്, അത് നിർമ്മാതാക്കളെ കുറിച്ചാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിർമ്മാതാക്കൾ ഈ സിനിമയോട് അല്ലെങ്കിൽ കലയോട് പുലബന്ധമില്ലാത്ത ഒരാൾക്കാണെങ്കിലും പണമുണ്ടെങ്കിൽ പടം എടുക്കാം. അതേസമയം പാഷനോടുകൂടി പടം എടുക്കുന്ന നല്ല നിർമ്മാതാക്കളെയും നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചത്, ഈ സിനിമയ്ക്കുള്ളിൽ അത് ആക്ടേഴ്സ് അടക്കമുള്ള ആളുകൾ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് ഈ ഇരകളായ സ്ത്രീകൾ മൊഴി കൊടുത്തിരിക്കുന്നത്. അവരപ്പോൾ കലയോട് താല്പര്യമില്ലാത്തവരാണോ? കലയിലെ പ്രബലരാണ്, ഏറ്റവും നല്ല കലാകാരന്മാരാണ് ഈ റേപ്പിസ്റ്റുകൾ. ഉറപ്പാണ്. അതൊക്കെ അവർ പറയുന്ന ഒരു പെർസെന്റ് അവിശ്വസിക്കേണ്ട കാര്യമില്ല. ആ പെൺകുട്ടികൾ പറയുന്നത് ആരെങ്കിലും പോയി അല്ലാതെ പറയുമോ ഞങ്ങളെ അങ്ങനെ പീഡിപ്പിച്ചു, ഞങ്ങളെ എങ്ങനെ ചെയ്തു എന്ന് ആരെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണ് പോയി പറയുമോ? പറയത്തില്ല. അത് പ്രത്യേകിച്ച് പേര് വെളിപ്പെടുത്തരുതെന്നും പറഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്നത് തന്നെ. അവർ പേടിച്ചാ പറയുന്നത്, അവരിപ്പോഴും പേടിച്ചാ നിൽക്കുന്നതാണ്. കാരണം ഗവൺമെന്റിനെ പോലും പേടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റിസ് കമാൽ പാഷയെ വരെ അഭിപ്രായം പറഞ്ഞതിന് അവർ പണി കൊടുത്ത ആളുകളാണ് ഇരിക്കുന്നത്. അപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല. PMA കമ്മീഷൻ തൊടാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവർക്കെതിരെ ഇതുപോലെ പ്രചരണം കൊടുത്തേന്. ഇതെങ്ങനെ ഇതിന് ഞാൻ പറഞ്ഞ പോലെ ഇതിന് ചെയ്യാവുന്ന ഒറ്റ പ്രതിവിധിയേ ഉള്ളൂ. നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചോളെ MGR ചെയ്ത പോലെ ഉരുക്ക് മുഷ്ടികളുണ്ട് അടിച്ചമർത്തുക, അല്ലാതെ നടക്കത്തില്ല ഇത്. അത് ഈ സർക്കാർ ചെയ്യുമോ? സർക്കാരിന് ഇവരെയൊക്കെ വേണ്ടേ? അതാണ് നമുക്ക് അതിന് കോൺക്ലേവ് എന്ന് പറയുന്നത്. എന്തൊരു പൊട്ടത്തരമാണ് കാണിക്കുന്നവര്.
ഇതൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഇവർക്കൊരു ഇത് വേണ്ടേ? ആ പേരുകളല്ലേ ആദ്യം വെളിപ്പെടുത്തേണ്ടത്, എന്നിട്ട് കോൺക്ലേവ് നടത്തിട്ടെന്നാ. പേര് വെളിപ്പെടുത്താൻ താല്പര്യമുണ്ടെങ്കിൽ 4.5 കൊല്ലം ഈ റിപ്പോർട്ട് എടുത്ത് മൂടി വെക്കുമോ? വേട്ടക്കാരനെ കുറിച്ച് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ 4.5 കൊല്ലം ഈ റിപ്പോർട്ട് മൂടിയിരിക്കുമോ? അങ്ങനെ 4.5 കൊല്ലം പുകഴ്ത്തി വെച്ചില്ലായിരുന്നെങ്കിൽ ഒരു 10-40 പെണ്ണുങ്ങളും രക്ഷപ്പെട്ടേനെ, പെൺകുട്ടികളെങ്കിലും രക്ഷപ്പെട്ടേനെ അന്നേ വെളിയിൽ വിട്ടിരുന്നെങ്കിൽ. അപ്പോൾ ശരിക്കും ആർക്കൊപ്പമാണ് സർക്കാർ? എന്തോ ആർക്കൊപ്പമാണ് സർക്കാർ? ഇരയ്ക്കൊപ്പമാണോ, വേട്ടക്കാരനൊപ്പമാണോ, സ്ത്രീക്കൊപ്പമാണോ, വേട്ടയാടിയവനൊപ്പമാണോ? ഇപ്പൊ പറയുന്നതെന്നാൽ 15 സർക്കാർ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ 15 അംഗ സംഘത്തിന്റെ കൂടെ ഒരാളെ കൂടെ ചേർത്ത് 16 അംഗ സംഘമാക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. പവർഫുൾ ഗ്രൂപ്പ് അല്ലേ? ആ പവർ ഗ്രൂപ്പിന്റെ കൂടെ ഇവരെ കൂടെ ചേർക്കാൻ വേണമെങ്കിൽ അതുപോലത്തെ സ്ഥിതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും? കോടതിക്ക് മാത്രമാണ് ഒരു പ്രതീക്ഷയായി നമ്മുടെ മുന്നിലുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയൊരു പ്രതീക്ഷയോടെയാണ് നമ്മൾ കോടതിയിലേക്ക് ഉറ്റുനോക്കുന്നത്? അവിടെയും ഈ മുഴുവൻ റിപ്പോർട്ട് നിങ്ങൾ വായിച്ചില്ലെങ്കിൽ ഇങ്ങ് കൊണ്ടുവരുമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. സർക്കാർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ചെയ്യാൻ പറ്റത്തില്ല, സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ കോടതി നിർദ്ദേശിച്ചാൽ അവർക്ക് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല, അതാ പ്രശ്നം. അപ്പൊ കോടതിയുടെ തലയിൽ വെച്ച് കൊടുത്ത് തടിയൂരാനുള്ള പ്രശ്നത്തിലാണ് സർക്കാർ നിൽക്കുന്നത്. അപ്പൊ ആ സമയത്ത് സർക്കാർ ഇവരെയൊക്കെ ഞാൻ നേരത്തെ MGRന്റെ പറഞ്ഞ പോലെ അതുപോലെ കാണിച്ച് ചെയ്തിരുന്നെങ്കിലുണ്ടല്ലോ ഈ സർക്കാരിന്റെ ലെവൽ അവിടെ പോയിരുന്നില്ല, അവരുടെ ഇമേജ് എത്ര വർദ്ധിച്ചേന്. ഇവരെന്താ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത പോകുന്നതാണ് മനസ്സിലാവാത്തത്. വളരെ നന്ദി ശ്രീ ആലപ്പി അഷ്റഫ്, അങ്ങയുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്. ഇതിൽ ആക്ട് ചെയ്യേണ്ടത് സർക്കാരാണ്. ഹൈക്കോടതിയിൽ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്നു. ഹൈക്കോടതി